അത്രമാത്രം സ്നേഹിച്ച ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നായിരിക്കും മറുപടി. മാധവ് ഗാഡ്ഗിൽ. കാരണം നമ്മളൊക്കെ അത് റിഫ്ലക്ട് ചെയ്ത് കണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ മരണസമയത്ത് അവിടെ ആരും എത്തിയില്ല. കേരളത്തിന് വേണ്ടി കൃത്യമായി സംസാരിക്കുകയും ഒരു വിപ്ലവം നയിക്കുകയും ചെയ്ത ഗാഡ്ഗിലിനെ മറന്നുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കിയത്. സങ്കടകരം. അതുപോലെ തന്നെ ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ കൈവച്ച മേഖലകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയും ബഹുമുഖ പ്രതിഭയാണ് പറയും. പക്ഷെ അതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം തികച്ചും ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എഴുത്തുകാരനായിട്ടും സംവിധായകനായിട്ടും അതുപോലെ തന്നെ നടനായിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം പതിവ് സിനിമാ സങ്കല്പങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമ യാത്രകൾ അത്രയും നടത്തിയിട്ടുള്ളത്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, പ്രേം നസീർ എന്ന് പറയുന്ന സുമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ജയനെ പോലെ കായികപരമായിട്ടുള്ള നല്ല ശരീരങ്ങളുള്ള ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് സിനിമക്ക് അന്നത്തെ സിനിമാ സങ്കല്പങ്ങൾക്ക് ഒട്ടും അനുയോജ്യമില്ലാത്ത ആ സിനിമാ കാഴ്ചകൾക്ക് നായകത്വം വഹിക്കാൻ പറ്റാത്ത ഒരാളെന്നുള്ള ആ പരിഹാസത്തിനും അപ്പുറത്തേക്ക് സ്വയം വഴി തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നടന്നു വന്നിട്ടുള്ള ജീവിത വഴികൾ, അദ്ദേഹം നേരിട്ടിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ, ജാതിയുടെ പേരില്, നിറത്തിന്റെ പേരില് അങ്ങനെ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആ വേദനയാണ് നമ്മൾ പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ബ്ലാക്ക് ഹ്യൂമർ. നമ്മള് പൊതുവെ ചിരിച്ചു തള്ളുന്ന കുറെ തമാശകളുടെ അകക്കാമ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം അനുഭവിച്ച വേദനയുടെ കാഠിന്യം ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ ചിരിച്ചു തള്ളുന്നെങ്കിലും അത് അതിന്റെ ആഴത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അദ്ദേഹം 73 സിനിമയിലെത്തിയിട്ടുള്ളതെന്ന് ഓർമ്മ. പിന്നീട് 79 നായകനായി. കാരണം 3 വർഷം കൊണ്ട് അന്ന് ഇദ്ദേഹത്തെ പോലൊരാള് സിനിമ ഒരു സൂപ്പർ സ്റ്റാറായി മാറുക അല്ലെങ്കിൽ ഒരു നായകനായി മാറുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ആ സിനിമ ചിന്തകൾ, തീപിടിപ്പിക്കുന്ന എഴുത്തുകളൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം കാഴ്ചപ്പാടുകളും ചിന്തകളൊക്കെ ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് എത്താൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു അഗ്നിസ്ഫുരണം എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മള് ഞാനിവിടെ അങ്ങനെ ആലോചിക്കരുത്, മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ചാണ് നമ്മൾ അനുസ്മരണം നടത്തുക അല്ലെങ്കിൽ ആ പ്രഭാഷണം നടത്തുക. ശ്രീനിവാസൻ മരണപ്പെട്ടോ അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്ന പല ഡയലോഗുകൾ എന്താണ് നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്, ഇടദാസ വിജയ എന്നൊക്കെ നമ്മൾ പരസ്പരം സുഹൃത്തുക്കള് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ ഒരു ഒലക്ക കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന തരത്തില് അത്രത്തോളം നമ്മുടെ ജീവിതത്തോട് ഇഴചേർന്നിരിക്കുന്ന സംഭാഷണങ്ങൾ അദ്ദേഹം നമ്മുടെ തലച്ചോറുകൾ പാകിയിട്ടാണ് പോയിട്ടുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഴുത്തിനകത്തൊരു തീ ഉണ്ടായിരുന്നു. നമ്മള് പരിശോധിച്ചാൽ അറിയാം, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം പോലുള്ള സിനിമകളിൽ കൃത്യമായിട്ട് തൊഴിലില്ലായ്മയുടെ ഏറ്റവും അതിഭീകരമായിട്ടുള്ള അവസ്ഥ വരച്ച് കാണിച്ചത്. അന്ന് രാഷ്ട്രീയക്കാരോ ഭരണത്തിലിരിക്കുന്ന ആളുകളോ ഒന്നും ആ തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ആളുകൾ ജീവിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജീവിച്ചു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, അത്ര കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ തൊഴിലില്ലായ്മ എന്നുള്ളത് മൂടിവെക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷെ ശ്രീനിവാസൻ അത് ചിരഞ്ഞെടുത്ത് സിനിമകളിലൂടെ അവതരിപ്പിച്ചു. ഈ പട്ടണപ്രവേശ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ വിശപ്പിന്റെയും തൊഴിലില്ലായ്മയുടെ എന്താ പറയാ ഏറ്റവും നമ്മൾ അങ്ങേ തലം എന്നൊക്കെ പറയില്ല, ആ അങ്ങേ തലം അതിനകത്തുണ്ട്. കാരണം നാടോടിക്കാട്ടിലെ പട്ടണപ്രവേശത്തിലാണ് വിശന്നിരുന്നൊരവസ്ഥയിൽ എന്ന് ചോദിക്കുന്നത്. ലാസ്റ്റ് ഒരു അത്താടി എന്നുള്ള നിലയ്ക്ക് ചെന്ന് ചോദിക്കുന്നത്, എടാ ഇവിടെ ഇരുന്ന് കാടിവെള്ളം എന്ത് ചെയ്തു, മറ്റുള്ളവർ ഞാൻ എടുത്ത് കുടിച്ചു, അങ്ങനത്തെ എല്ലാം അവിടെ കാണാത്തത്. നമ്മളത് ചിരിച്ചു തള്ളി, നമുക്കത് തമാശയായിരുന്നു, ഭയങ്കരമായിട്ട് ചിരിച്ചു തള്ളുന്ന തമാശ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തേക്ക് ഇറങ്ങി ചെന്നാലേ നമുക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവും, എത്രത്തോളം ഭീകരമായിരുന്നു അന്നത്തെ യുവാക്കളുടെ ജീവിതവും തൊഴിലില്ലാത്ത അവസ്ഥകളൊക്കെ നമുക്ക്.
ഇന്നത്തെ കാലഘട്ടത്തിൽ ചില സിനിമകളിലൊക്കെ അത്തരം പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, തൊഴിലില്ലായ്മ എന്നുള്ളത്. അതിനെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം ആ സിനിമകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ തന്നെ കോടമ്പാക്കത്തും മറ്റും സിനിമയ്ക്ക് വേണ്ടി അറിഞ്ഞ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള വേദനകളിൽ നിന്നാണ് അത്തരം കഥാപാത്രങ്ങളുടെ പിറവിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ സമയത്ത് നമുക്കറിയാം, പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിന്റെ പട്ടിണിയുടെ അങ്ങേറ്റ പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഒരു സ്ത്രീയുമായി പ്രണയത്തിലായി വന്ന് അവരെ കല്യാണം കഴിക്കാൻ കാശില്ലാത്ത അവസ്ഥയിൽ ക്രിസ്ത്യാനിയായ ഇന്നസെന്റ് പണം കൊടുത്ത്, മുസ്ലിമായ മമ്മൂട്ടി 2000 രൂപ കൊടുത്ത്, ഹിന്ദുവായി ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ഒരു മതേതരത്വത്തിന്റെ ഒരു മുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ആ ഒരു പട്ടിണിയുടെ ഒരു അവസ്ഥ കൂടി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ മതേതരത്തിന്റെ ഒരു മുഖം കൂടി അദ്ദേഹം ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. പിന്നെ നമ്മൾ പറയുന്ന പോലെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, എന്താ വെച്ചാൽ ശ്രീനിവാസൻ ആരെന്ന് വെച്ചാൽ ഒരു പുച്ഛിസ്റ്റാണ്. പുച്ഛിസ്, എല്ലാറ്റിനോടും പുച്ഛമുള്ള ഒരാള്. നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളൊരു ആളെ കാണുമ്പോൾ അയാൾക്ക് എല്ലാറ്റിനോടും പുച്ഛാണ്, ഒന്നും അംഗീകരിക്കില്ല, എന്ത് പറഞ്ഞാലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷെ ശ്രീനിവാസൻ എല്ലാറ്റിനോടും പുച്ഛമുണ്ടായിരുന്നെങ്കിലും സർട്ടിഫൈഡ് പുച്ഛിസ്റ്റ് ആയിരുന്നു. മലയാളികൾ കൃത്യമായിട്ട് അൾട്ടിമേറ്റ് ഫ്രീഡം കൊടുത്ത, എല്ലാ പുച്ഛത്തരവും കൃത്യമായി അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത, അത് ആസ്വദിക്കുന്ന മലയാളികൾ കൊടുത്തിട്ടുള്ള ആ ഫ്രീഡത്തിന്റെ പുറത്ത് അദ്ദേഹം കൃത്യമായി, ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിലെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പത്രക്കാരൻ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കൃത്യമായും ഇരുന്ന മറുപടികൾ, കുറിക്കൊള്ളുന്ന മറുപടി, തഗ്ഗെന്നൊക്കെ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് പേരിട്ട് വിളിക്കുന്ന അത്തരം കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് പറയാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമകളിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഭരണകൂടത്തോടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോടും നമ്മൾ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള പുച്ഛം നിറഞ്ഞ സംഭാഷണങ്ങളും കഥകളും കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമക്ക് ഒരുപാട് സ്വീകാര്യത ലഭിച്ചത്. കാരണം ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ വേറെ ഒരു രൂപമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരെയും ഒരു മേഖലയെ അദ്ദേഹം വെറുതെ വിട്ടിട്ടിരുന്നില്ല. എല്ലാവരെയും കൃത്യമായി അളന്നു മുറിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും കഥാപാത്രങ്ങളും എല്ലാം.